ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നൈറ്റി ഡിസൈനാണ്, നൈറ്റിൻ്റെ നെക്ക് ഡിസൈനാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു ക്യാൻവാസ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 ഇഞ്ച് നീളം വരുന്ന ഒരു ക്യാൻവാസ് രണ്ടായി മടക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ നിങ്ങൾക്ക് ചുരിദാറിലും ഇതിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ നൈറ്റിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഫ്രണ്ട് നെക്കിന് 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് സ്ക്വയറായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ വരച്ചതിന് ശേഷം അതൊന്ന് കേർവായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് 2 ഇഞ്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം. നമ്മൾ ആ കേർവായിട്ട് വരച്ചിടത്ത് നിന്നും ഓരോ സ്ഥലത്തു നിന്നും 2 ഇഞ്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിന് ചുറ്റുമായിട്ടൊന്ന് ഇതുപോലെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് വരച്ച് കൊടുക്കണം. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ 2 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ജോയിൻ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത എല്ലാ പോയിൻറ്റും കൂടി ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പം വരച്ച അവിടെ നിന്നും താഴേക്ക് ഒരു 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ 2 ചെയ്തത്. ആ പോയിൻ്റ് അതുകൊണ്ട് അങ്ങനെ വരച്ച് വെച്ച ആ ഒരു കേർവിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് താഴോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു വരയിൽ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു പോയിൻ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതും നമ്മുടെ താഴേക്കുള്ള അവിടേക്ക് 2.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 2 പോയിൻറ്റും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ 2 ഇഞ്ചാണ്, പിന്നെ ഈ ഒരു ഭാഗം വരുന്നത് 2.5 ഇഞ്ചാണ്. അതിനുശേഷം ഇങ്ങനെ ഇതും 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ആ 2 പോയിൻറ്റുകളും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഇതിൽ നൈറ്റിയിലേക്ക് വെക്കുന്ന ഏതാ പീസാണ്, നൈറ്റിയുടെ പീസ് തന്നെയാണ് അതിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറുള്ള പീസാണെങ്കിൽ അതിൽ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചുറ്റുമായി 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് മുഴുവനായിട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലായിടത്തും അങ്ങനെ 1/2 ഇഞ്ച് മുകൾ ഭാഗത്തും താഴെയിൽ ചുറ്റും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് നമുക്കിതിങ്ങനെ മടക്കിയിട്ട് ഇതിലൂടെ ഒന്ന് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നത്, അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റി കട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള കുറച്ച് പീസ് ഉണ്ടാവും സൈഡിൽ നിന്ന്, കൈയും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴോട്ട് കുറച്ച് പീസ് ഉണ്ടാവും. അതിൽ നിന്ന് 1 ഇഞ്ച് വണ്ണത്തിൽ സാധാരണ ക്രോസ് പീസ് അല്ല, സാധാരണ പീസ് ഇത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ചുരിദാറിൻ്റെ മറ്റേ നാടയൊക്കെ അടിക്കൂലേ, അതുപോലെ ഇങ്ങനെ 2 മടക്കിയതിന് ശേഷം ഒന്നുകൂടി മടക്കി അതിൻ്റെ അറ്റത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ കുറച്ച് പീസസ് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ 3-4 പീസസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു നെക്കിന് വെച്ച് കൊടുക്കാൻ കണക്കായിട്ടുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് നമ്മൾ 2 ഇഞ്ചാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ വെച്ച് നോക്കുക. ഇങ്ങനെ വെച്ച് കുറച്ച് ഇപ്പുറത്തും അപ്പുറത്തും ബാക്കിയായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ തയ്ച്ച് പിടിപ്പിക്കാനാണ്. അപ്പോൾ കുറച്ചധികം വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കൃത്യമാകാൻ പാടില്ല, കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിയുള്ള രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് നമ്മളിത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ദൂരത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് എവിടെയൊക്കെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്നൊന്നും ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നാലേ കൃത്യമായിട്ട് ഒരേ ദൂരത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ട് ആദ്യം ഇന്ന് ഈ ഒരു റൗണ്ട് ഒന്ന് വെറുതെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കൃത്യം നടുവിലായിട്ട് ഒരു വരയും വരച്ച് കൊടുക്കുക. ഒരു പീസ് ഇവിടെയാണ് വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് അളവെടുത്തൊന്ന് മാർക്ക് ചെയ്ത് പോവാം. 1.5 ഇഞ്ച് വെച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നടുക്കത്തെ പോയിൻ്റിൽ നിന്നും 1.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ 2 ഭാഗത്തേക്ക് മുകളിൽ വരെ 2 ഭാഗത്തേക്കും 1.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ വരയും വരച്ചു കൊടുക്കാം. ആ വരയിൽ വേണം നമ്മൾ ഈ പീസസ് വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കണം.
ഇത് കണ്ടില്ലേ, ഇതുപോലെ 1.5 ഇഞ്ച് ദൂരം വെച്ചിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ചെറിയ പീസുകൾ, അത് ഇങ്ങനെ ഓരോ വരയിലും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിലേക്കും, അതായത് 2 സൈഡിലും ഇങ്ങനെ ഓരോ സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡിലും ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ എന്ന് പറയുമ്പോൾ അതായത് ഇതിൻ്റെ നീളവശത്ത് 2 സൈഡ് ഇങ്ങനെ നീളത്തിൽ 2 വശത്തും അത് പതിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ആ ക്യാൻവാസിൻ്റെ 2 അരികിലും അല്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് മുഴുവനായിട്ടും ഈ നമ്മൾ വെച്ച പീസിന് മുഴുവനായിട്ടും ഈ അറ്റത്തുനിന്ന് ആ അറ്റത്ത് വരെ ക്യാൻവാസിലേക്ക് തയ്ച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇത് മുഴുവനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇതിന് ഫുള്ളായിട്ടും ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു അവിടെയും അതുപോലെ ക്യാൻവാസിൻ്റെ താഴെയും വേണമെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഫേസിനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് ഫിക്സ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അത് മുഴുവനായി ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു സൈഡിലും അതുപോലെ താഴെ ഭാഗത്ത് വരുന്ന എക്സ്ട്രാ പീസൊന്ന് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ പീസ് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇവിടെ താഴെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ബട്ടൺസോ ഇതൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെയാണ് ഈ താഴെ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഇല്ലല്ലോ, ആ ഭാഗത്തും നമ്മൾ ഈ കട്ട് ചെയ്ത് ഇതേപോലത്തെ പീസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ജോയിൻറ്റ് കാണാത്ത രീതിയിൽ അതിൻ്റെ മുകളിലും ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനും ചെയ്യാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസാണ് വേണ്ടത്. അതും നേരത്തെ ബാക്കിയുള്ള കഷ്ണത്തിൽ നിന്നും കുറേ പീസൊക്കെ ജോയിൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രോസ് പീസ് ഇതിൻ്റെ ഈ അറ്റത്ത്, അതായത് നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ആ റേഞ്ച് തയ്യൽ തുമ്പിട്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ മുഴുവനായിട്ടും ഇതിൻ്റെ ചുറ്റുമായിട്ടൊന്ന് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് മറിച്ചിട്ടിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉൾവശത്തേക്ക് ബാക്കി പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ടും ഈ അറ്റത്തുകൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതിന് മുമ്പ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ 3-4 സൈഡിലും കോർണർ വരുന്നുണ്ട്. അപ്പോൾ ആ കോർണറിലൊക്കെ ഓരോ കട്ടിട്ട് കൊടുത്താൽ മാത്രമേ ഇതിന് നല്ല ഭംഗിയായിട്ട് ഈ സ്ക്വയർ പോലെ തന്നെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ ചുളിവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ താഴത്തെ 2 കോർണറിലും അതുപോലെ ഈ സ്ക്വയർ പോലത്തെ ആ ഭാഗം തുടങ്ങുന്ന ഈ അറ്റത്തും മറ്റേ അറ്റത്തും ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഈ ക്രോസ് പീസ് മറിച്ചിട്ടിട്ട് അതിൻ്റെ അങ്ങനെ തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തയ്ച്ചു കൊടുക്കുമ്പോൾ ആ 2 പീസും, അതായത് ക്രീം കളറും മറ്റേതും വരുന്ന അതിൻ്റെ ആ ജോയിൻറ്റിലൂടെ തന്നെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. മുഴുവനായിട്ടും തയ്ച്ചു കൊടുക്കാം. അതും റെഡി ആയിട്ടുണ്ട്. മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ നൈറ്റീൻ്റെ പീസിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആ പീസിൻ്റെ അവിടെ എക്സ്ട്രാ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാക്ക് പീസിന് 4 ഇഞ്ച് നീളത്തിലാണ് ബാക്കിൽ കഴുത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അതേ കട്ടിങ്ങാണ് നമ്മൾ 2 പീസും ഒരുമിച്ച് വെച്ചിട്ടല്ലേ ആദ്യം കട്ട് ചെയ്യുക, പിന്നെയല്ലേ ഫ്രണ്ടത്തെ വേറെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ടാണ് അത് പിന്നെ കട്ട് ചെയ്ത് കളയാം. ഇനി ഈ പീസിൻ്റെ 2 അറ്റത്തും നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ എവിടെയും ഇവിടെ ക്യാൻവാസിൻ്റെ താഴെയും അത് അതേ ഷേപ്പിൽ തന്നെ മുഴുവനായിട്ടൊന്ന് മാക്സി തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനൊരു ഇതുപോലത്തെ ഒരു ക്രോസ് പീസ് വേറെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ മറിച്ചിട്ടിട്ട് പിന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ആ ഭാഗവും കംപ്ലീറ്റ് ആയി കിട്ടും. നൈറ്റി പീസ് തന്നെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അതില്ല കഴിഞ്ഞു, അതുകൊണ്ടാണ് ഈ ഒരു ക്രീം പീസ് എടുത്തത്. ഏതായാലും ചെയ്ത് കൊടുക്കാം, എന്തായാലും ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചുരിദാറിലൊക്കെ മുമ്പൊക്കെ നമ്മൾ ഇതേപോലത്തെ ചെയ്യുന്നതാണ്. അപ്പോൾ നൈറ്റിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം ഇതുപോലെ ഒരു പൂമ്പാറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ എന്നിട്ട് അതിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഡിസൈൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനും വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്